നമസ്കാരം. ഞാൻ ഇന്നും ചില വിഷയങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടേതായിരിക്കുന്ന മുമ്പിൽ കടന്ന് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ചെയ്തതായിരിക്കുന്ന വീഡിയോകൾക്കൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ നൽകി എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങളോട് ആ നന്ദിയൊക്കെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ പറയുന്നതായിരിക്കുന്ന വിഷയം, ഞാൻ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്തതായിരിക്കുന്ന സമയം മുതൽ ധാരാളം കമൻറ്റുകൾ കടന്നു വരുവാനിടയായി തീർന്നു. അത് ഞാൻ വായിക്കുന്നില്ല, എന്നാൽ ആ കമൻറ്റിൻ്റെതായിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് പോകുന്നത്. നമ്മുടേതായിരിക്കുന്ന രാജ്യത്ത് എക്കാലത്തും പാവപ്പെട്ടവർ സമ്പന്നരാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സാമൂഹ്യവും സാമ്പത്തികവുമായിട്ട് ഉയരാൻ പാടില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു അജണ്ട സവർണർക്കുണ്ട്. ഈ സവർണറുടേതായിരിക്കുന്ന അജണ്ട ഓരോ നിമിഷവും മണിക്കൂറുകളും സെക്കൻഡുകളിലുമൊക്കെ വർക്കൗട്ട് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു ഇരയാണ് ഞാൻ. ഇപ്രകാരം ഒരു ചാനൽ തുടങ്ങുവാൻ തന്നെ കാരണം അത് തന്നെയാണ്. അത് മുൻപുള്ളതായിരിക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം 10 മിനിറ്റ് കൊണ്ട് മാത്രമായിരിക്കണം എൻ്റെ വീഡിയോ എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. ആയതിനാലാണ്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവരും സാമ്പത്തികമില്ലാത്തവരും ഒക്കെ എപ്പോഴും ആ നിലകളിൽ തന്നെ ആയിരിക്കണമെന്നുള്ളതായിരിക്കുന്ന അജണ്ട ഉള്ളതായിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലും മുൻപുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിലും എപ്പോഴും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ അടിച്ചമർത്തപ്പെട്ടതായിരിക്കുന്ന ജനതയെ വഹിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ തളർത്തി കളയുന്നതായിരിക്കുന്ന ധാരാളം പ്രവൃത്തികളും കമൻറ്റുകളും ഒക്കെ ഇപ്രകാരമുള്ളതായിരിക്കുന്ന വീഡിയോകൾക്കും ഒക്കെ ചെയ്യുക പതിവാണ്. അങ്ങനെ ധാരാളം വീഡിയോ എനിക്ക് വന്നു. അപ്പോൾ അവർ പറയുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വർഗീയത പറയുന്നു എന്നുള്ളതാണ്, ജാതി പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ ജാതി നിർമ്മിച്ചത് ആരാണ് എന്ന് ചരിത്രം അറിയാവുന്നവർക്കറിയാം. അതിപ്പോഴേ ഈ പാവപ്പെട്ട ഉന്നമനെ തിരഞ്ഞു തിരിച്ചതായിരിക്കുന്ന ഞങ്ങളാരും തന്നെയല്ല ജാതി ഇവിടെ നിർമ്മിച്ചത്. അതിലേക്ക് പോകുമ്പോൾ ചാതുർവർണ്ണയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അത് പിന്നൊരു വീഡിയോയിലായിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പല രീതിയിലൊക്കെയാണ് എനിക്ക് കമൻറ്റുകൾ വന്നത്. വർഗീയത പറയുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു കമൻറ്റാണ്. അപ്പോൾ ഈ പറയുന്നതായിരിക്കുന്നവരുടെയൊക്കെ ഉദ്ദേശം ഇങ്ങനെ കുറച്ച് അടി അഥവാ പ്രഹരം കൊടുത്തു കഴിയുമ്പോൾ ഇവൻ ഈ പണി നിർത്തിയിട്ട് അവൻ്റെ പാട്ടിന് പോകും എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത ആയിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പിന്നെ ചിലർ പറയാറുള്ളത് ഇവൻ ഒരു മാനസിക രോഗിയാണ്, എന്തോ മനസ്സിന് വിഭ്രാന്തി സംഭവിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയാറുണ്ട്. പിന്നെ ഇനിയും സുവിശേഷ പ്രവർത്തകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരായിരിക്കുന്ന സഭയുടെ പാസ്റ്ററോ ആകുന്നെങ്കിൽ അവന് ഇതൊന്നും പറയാൻ യോഗ്യതയില്ല. കാരണം ഇതൊരു പാസ്റ്റർക്ക് പറ്റിയതല്ല, വർഗീയതവും പറയുന്നു എന്ന് പറയാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളും അങ്ങനെ പറയുന്നതായിരിക്കുന്ന പശ്ചാത്തലങ്ങളും കടന്നു വരും. എനിക്കും അങ്ങനെയുള്ള ഒരു കമൻറ്റ് വന്നു, നീ ഒരു പാസ്റ്ററല്ലേ, നീ വർഗീയത പറയുന്നിടത്ത് കൊണ്ട് നിനക്ക് അതിന് യോഗ്യതയില്ല എന്ന്. ഇവിടെ ഇത് കേൾക്കുന്നതായിരിക്കുന്ന സവർണരല്ല ഇതിന് യോഗ്യത കൽപ്പിക്കുന്നത്. ഏതൊരു
ക്രിസ്തീയ പ്രസ്ഥാനമായിരുന്നാലും അതിൻ്റെ ഭാരവാഹികൾ യോഗ്യരാണോ എന്ന് അവരെ പരിശോധന ചെയ്തിട്ടാണ് ഒരു സഭ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ആയിരിക്കുന്ന പുസ്തകം, അതായത് വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 66 പുസ്തകമാണുള്ളത്. 66 പുസ്തകങ്ങളിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഈ പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോൾ 4 സുവിശേഷം, പിന്നെ ലേഖനങ്ങൾ ഒക്കെ കാണുന്നു. ഈ ലേഖനങ്ങളിൽ കാണുമ്പോൾ 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ് എന്ന് തുടങ്ങിയതായിരിക്കുന്ന 3 ലേഖനങ്ങളിലാണ് ഒരു പാഷടായിരിക്കുന്ന ഗുണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പാഷായിട്ടിരിക്കാനുള്ള ഒരു യോഗ്യതയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ ദരിദ്രരായിരിക്കുന്ന, ഉന്നമനത്തെ ഇറങ്ങി തിരിച്ചതായിരിക്കുന്ന സകലർക്കും ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന പ്രഹരങ്ങൾ അഥവാ അടിയാണ് ഇവിടുത്തെ സവർണ മാടമ്പി കൂട്ടങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരൊന്നും ഇന്നും തളർന്നു പോയിട്ടില്ല. ഇന്നും അവർ അവിടുതായിരിക്കുന്ന ഉദ്യമത്തെ തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ചരിത്രം പഠിച്ചായിരുന്ന കൂട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്ന ചരിത്രം പഠിക്കുവാനിടയായി തീർന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരിക്കുന്നു ഡോക്ടർ BR അംബേദ്കർ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനു മുമ്പ് ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെതായിരിക്കുന്ന അധീനതയിലായിരുന്നു നാം. അപ്പോൾ ബ്രിട്ടീഷുകാരുടേതായിരിക്കുന്ന ആ തിരിച്ചു പോക്കിന് ശേഷം ഡോക്ടർ BR അംബേദ്കർ വളരെ ഭാരപ്പെട്ടു. താൻ ഭാരപ്പെട്ടത് ഇപ്രകാരമാണ്: എൻ്റെ ജനത ഇനിയും അടിമത്തത്തിൽ തന്നെയാണ് എന്നാണ് താൻ ഭാരപ്പെടുവാനിടയായി തീർന്നത്. എന്ന് പറയുമ്പോൾ സനാതന മാർഗങ്ങളിൽ വിശ്വസിക്കുന്നതായിരിക്കുന്ന മാടമ്പികൾ എപ്പോഴും ഈ ഒരു വിഭാഗത്തെ അടിമകളാക്കിക്കൊണ്ട് തന്നെ നിലനിർത്തും എന്നുള്ളതായിരിക്കുന്ന ബോധ്യം ഡോക്ടർ BR അംബേദ്കർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റേതായിരിക്കുന്ന ജനതയോട് പറയാനുള്ളത് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നിക്കണം, ഒരുമിക്കണം, വിദ്യാഭ്യാസം നേടണം, സന്നദ്ധരാകണം, ശക്തരാകണം. ഈ നിലകളിൽ ആയിത്തീർന്ന് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഒരു വലിയ ആഹ്വാനം ഞാൻ ചെയ്യുകയാണ്. നാം ഏവരും അതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.